ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ദൈവസന്നിധിയിൽ നിന്ന് നാം സ്വീകരിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ നോമ്പിൻ്റെ കാലയളവിൽ പരിശുദ്ധ നോമ്പ് എന്ന അനുഗ്രഹീതമായ സംജ്ഞയെപ്പറ്റി, യാഥാർത്ഥ്യത്തെപ്പറ്റി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായി. വീണ്ടും കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടർച്ച എന്ന വണ്ണം പരിശുദ്ധ നോമ്പ് ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവമാണെന്നാണ് നാം ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവമാണ് പരിശുദ്ധ നോമ്പ്. അതുവഴിയായി ദൈവസാന്നിധ്യത്തിൽ നാം ആയിരിക്കുന്നത് വഴിയായിട്ട്, ദൈവത്തോടൊത്ത് നാം ആയിരിക്കുന്നത് വഴിയായിട്ട് ഒരു വലിയ യാഥാർത്ഥ്യം നമ്മുടെ ഉള്ളിലേക്ക് അവിടുന്ന് കൊണ്ടുവരികയാണ്. അതായത്, ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദന, എനിക്കാരുമില്ല, ഞാൻ ഏകനാണ്, എന്നെ കരുതുവാനോ എന്നെ സ്നേഹിക്കുവാനോ ആരുമില്ല. എന്നാൽ പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിൽ, ദൈവസ്നേഹത്തിലൂടെ, ദൈവ സാന്നിധ്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്: നീ ഒറ്റയ്ക്കല്ല, നീ എൻ്റേതാണ്, നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമത്രേ. വിലയില്ലാത്തവരെന്ന് ചിന്തിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ നോമ്പ് ദൈവാനുഭവത്തിലൂടെ നമുക്ക് നൽകുന്നത് നാം വിലയുള്ളവരാണ് എന്ന യാഥാർത്ഥ്യമാണ്. നാം ഒറ്റപ്പെട്ട് ജീവിച്ചു പോകേണ്ടവരല്ല. നമ്മുടെ കൂടെ ദൈവമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരാരും തകർന്നു പോയിട്ടില്ല. പരിശുദ്ധ നോമ്പ് 3 വിധത്തിൽ നമുക്ക് അനുഷ്ഠിക്കുവാൻ സാധിക്കും. ഒന്ന്, പരിശുദ്ധ നോമ്പ് പലപ്പോഴും പലർക്കും ഒരസ്വസ്ഥതയാണ്. ശപിച്ചുകൊണ്ട് പരിശുദ്ധ നോമ്പ് ഏറ്റെടുക്കുന്നവരുണ്ട്, സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ട്. എല്ലാം ഗുണമില്ല, ഒന്നും ഗുണമില്ല. അങ്ങനെ എല്ലാത്തിനെയും ശപിക്കുന്നവർ നോമ്പിനെ, അല്ല സഹനത്തെ, ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ശാപത്തോടു കൂടി അല്ലെങ്കിൽ വലിയ അസ്വസ്ഥതയോടുകൂടി ഏറ്റെടുക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് പരിശുദ്ധ നോമ്പ് ശാപമായി മാറുകയാണ്, അല്ലെ സഹനം. മറ്റൊരു കൂട്ടരുണ്ട്, ജീവിതമെന്ന് പറയുന്നത്, പരിശുദ്ധ നോമ്പ് അല്ലെങ്കിൽ ജീവിതത്തിലെ സഹനങ്ങളെന്ന് പറയുന്നത് അവർ കണ്ടെത്തുന്നത്, മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതനുഷ്ഠിക്കുന്നത് ഒരുതരം ഇൻഡിഫറൻസോടുകൂടിയാണ്. യാതൊരു പ്രത്യേകതയുമില്ല, യാതൊരു താല്പര്യമില്ലാതെ പരിശുദ്ധ നോമ്പ് ആ കാലഘട്ടം കടത്തിവിടുന്നു. ഇൻഡിഫറൻറ്റ്, അവർ വളരെ ഇൻഡിഫറൻ്റാണ്, നിസ്സംഗത. യാതൊന്നിനോടും, ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. നിസ്സംഗതയോടെ നോമ്പ് കാലം കടത്തിവിടുന്നവരുണ്ട്. എന്നാൽ മൂന്നാമതൊരു കൂട്ടരുണ്ട്, നിസ്സംഗതയല്ല, ഏറ്റവും സന്തോഷത്തോടുകൂടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ ഏറ്റെടുത്ത്, ജോബിനെ പോലെ, ജോബിൻ്റെ പുസ്തകത്തിൽ 1:26 നമ്മൾ വായിക്കുന്നത് പോലെ, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. തൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായപ്പോൾ, വേദനകൾ ഏറി വന്നപ്പോൾ, സുഹൃത്തുക്കളും മറ്റുള്ളവരും ഇദ്ദേഹത്തിൻ്റെ ദൈവാനുഭവത്തിലൂടെ അനുഭവിക്കുന്ന സഹനത്തെ പ്രതി ജോബിനെ തള്ളി പറയുമ്പോൾ, തിരസ്കരിക്കുമ്പോൾ, ജോബ് പറയുകയാണ്: എൻ്റെ ദൈവം എനിക്ക് നന്മ നൽകിയപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ ഏറ്റുപറഞ്ഞു. തിന്മയും എനിക്ക്, വേദനയും ഏറ്റെടുക്കുവാൻ എനിക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ജോബ് പറയുന്നത്: ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തോടൊത്ത് പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവൻ ഇതുതന്നെയാണ് പറയുന്നത്. ദൈവം കൂടിയുള്ളവർ എപ്പോഴും തൻ്റെ ജീവിതത്തെ പരിപൂർണമായി, എല്ലാ സഹനങ്ങൾക്കും അർത്ഥമുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട്, സഹനം എന്നെ വിശുദ്ധീകരിക്കുവാൻ, എന്നെ അനുഗ്രഹിക്കുവാനുള്ളതാണ് എന്ന ചിന്ത ഓരോ വ്യക്തികളിലേക്കും നൽകുന്നതാണ് പരിശുദ്ധ നോമ്പ്. ഈ അവസ്ഥയിലുള്ള നമ്മുടെ ദൈവസാന്നിധ്യ സ്മരണ,
നോമ്പിലൂടെ നേടുന്ന ദൈവസാന്നിധ്യ സ്മരണ നമ്മെ വിശുദ്ധരാക്കി മാറ്റും, നമ്മെ ശ്രേഷ്ഠരാക്കി മാറ്റും. ദൈവാഭിമുഖ്യമുള്ളവരായി, ദൈവമനുഷ്യരായി, മനുഷ്യസ്നേഹികളാക്കി മാറ്റും. കുരിശിൻ്റെ വേദന, സഹനം തിരിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ, സങ്കീർത്തകൻ പറയുന്നത് പോലെ യഹോവ എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഓരോ വ്യക്തികളെയും സഹായിക്കുന്നത് ദൈവാനുഭവം, പരിശുദ്ധ നോമ്പാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും.